ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിമീൻ പൊള്ളിച്ചതാണ് കേട്ടോ. ടൈമാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് ആവശ്യത്തിന് എന്താ പറയുക ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല. ഞാൻ എൻ്റേതായ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഇത് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളമല്ല ഒഴിക്കണത്, എണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ പോരായ്മ തോന്നി അപ്പോൾ വീണ്ടും രണ്ടാമത് ഒഴിച്ചു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കിയ ശേഷമാണ് കേട്ടോ നമ്മുടെ മീനിലേക്ക് ഞാൻ 3 മീൻ എടുത്തിട്ടുണ്ട്. പക്ഷെ 3 മീനിൽ 2 മീനെ ഞാൻ എന്താ പറയുക കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കണുള്ളൂ. ഒരു മീൻ ആദൂന് അവന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികം ഇഷ്ടമല്ല. കാരണം ഇതിൽ കുറച്ചും കൂടി എരിവ് കൂടും. അപ്പോൾ അത് കാരണം അവന് മീൻ തനിയെ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കും ഏട്ടനും മാത്രമാണ് കേട്ടോ ഞാൻ കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ്. ടെൻഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇപ്പോൾ കുറച്ചൊക്കെ കുക്കിംഗ് അറിയുന്ന കാരണം ഉപ്പും മുളകൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ അത് കാരണം വലിയ ടെൻഷനൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഫസ്റ്റ് ടൈം ഉണ്ടാക്കണ കാരണം ഒരിത്. അപ്പോൾ ഞാനത് മീൻ എല്ലാം മസാലയൊക്കെ പരട്ടി നമുക്കിത് ഫ്രിഡ്ജിലൊരു അരമണിക്കൂർ വെക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കത് മസാലയൊക്കെ നന്നായി പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ ഞാൻ ഒരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിൽ അത് ഫാസ്റ്റായിട്ട് തോന്നുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ മീനായിട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് നമ്മുടെ പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് എന്താ പറയുക മസാല കൂട്ടാനുള്ളത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് സവോള ഇട്ട് ഇഞ്ചി ചതച്ചതുണ്ട്. അപ്പോൾ അത് നന്നായി ഒന്ന് എന്താ പറയുക ചുവന്ന കളറായി ബ്രൗൺ കളറായി വരട്ടെ കേട്ടോ. അപ്പോൾ അത് അവിടെ അപ്പുറത്താവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മീൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ 2 മീൻ ഒരുമിച്ചിട്ട് വറുത്തു കേട്ടോ. വേഗം പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിലേക്ക് തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോയിൽ പെട്ടില്ല. പിന്നെ അതിൽ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായി വഴണ്ടതിന് ശേഷം ഞാൻ അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചു ഉപ്പും ഇട്ടു. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് വാഴയില വേണം കേട്ടോ. അപ്പോൾ വാഴയില ഒന്ന് വഴറ്റിയിട്ട് വേണം നമുക്ക് മീൻ അതിൽ വെക്കാം. അപ്പോൾ ഈ 2 മീനാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ മസാല. അപ്പം നമുക്ക് നമ്മുടെ മീനുകളെ ഇതിൽ വെക്കാം. എന്നിട്ട് നമ്മൾ മസാല കുഴപ്പമില്ല കേട്ടോ. നല്ല മസാല തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ആ മസാല കൂട്ടിയിട്ട് വേണേൽ ചോറ് കഴിക്കാം കേട്ടോ. കുഴപ്പമില്ല, തരക്കേടില്ല. ഞാൻ ഉണ്ടാക്കിയത് കാരണം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങനെ കുറച്ച് മസാല ഉണ്ടായിരുന്നു കേട്ടോ. അത് ഫസ്റ്റ് ടൈം ആയാൽ എനിക്ക് എങ്ങനെ ഏതാണെന്നൊന്നും ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കത് ഒക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് വാഴയില കെട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കെട്ടാം കേട്ടോ. അതിന് ശേഷം നമുക്ക് എന്താ പറയുക ഇഡ്ഡലി ചെമ്പിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംഭവം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ വെച്ച് കൊടുത്ത് നമുക്കൊരു 10 മിനിറ്റൊക്കെ മതിയെന്ന് തോന്നുന്നു. എനിക്ക് എത്ര മിനിറ്റാണെന്ന് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞ ശേഷം തുറക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല ജെമ്മുണ്ടെങ്കിൽ. പിന്നെ ഏട്ടനൊക്കെ കുസ്തി പിടിച്ച് വന്നിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ തുറന്നത്. അപ്പോൾ തുറന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ ഉട്ടക്കത്തെ മണമായിരുന്നു കേട്ടോ. സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സത്യം പറയല് നല്ല മണമായിരുന്നു വാഴയിലയുടെ ഒരു മണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഏട്ടനെ കൊണ്ടൊന്ന് കഴിപ്പിച്ച് നോക്കി. ഏട്ടൻ പറഞ്ഞു സൂപ്പറായിട്ടുണ്ട്, ഉപ്പൊക്കെ എരിവൊക്കെ പാകമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും ഏട്ടനും ചോറിൻ്റെ കൂടെ കഴിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്കും ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.